ന്യൂ വെറൈറ്റി ഇംഗ്ലീഷിൻ്റെ പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് അധ്യായത്തിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. പാസ്റ്റിലെ 4 ടെൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, പ്രസൻറ്റിലെ 4 ടെൻസ് പഠിച്ചു കഴിഞ്ഞു, ഫ്യൂച്ചറിലെ സിമ്പിൾ ഫ്യൂച്ചർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് പഠിക്കാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഇന്ന് നമ്മൾ വിഷയത്തിലേക്ക് കിടക്കുക. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പം ഭാവിയിൽ അഥവാ നമ്മൾ സംസാരിക്കുന്ന നിമിഷം കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം മുതൽ ഭാവി ആരംഭിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം, നാളെ, മറ്റന്നാൾ, അടുത്ത വർഷം, അടുത്ത ആഴ്ച, ഇങ്ങനെയുള്ള ടൈം വേർഡ്സ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് ഭാവിയിലൊരു പ്രത്യേക സമയം മുതൽ ഒരു പ്രത്യേക സമയം വരെ തുടർച്ചയായി ചെയ്തിരുന്നൊരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഈ ടെൻസ് നാം ഉപയോഗിക്കുന്നത്. ഈ ടെൻസ് ഉണ്ടാക്കാനുള്ള ഫോം വിൽ ബി പ്ലസ് ING ഫോം ഓഫ് ദി വേർബ് ആകുന്നു. സബ്ജക്റ്റ് ഐ വന്നാലും യു വന്നാലും സിംഗുലർ സബ്ജക്റ്റ് വന്നാലും പ്ലൂറൽ സബ്ജക്റ്റ് വന്നാലും നമുക്ക് വിൽ ബി ആണ് ഉപയോഗിക്കേണ്ടി വരിക. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയായതുകൊണ്ട് ING ഫോം നിർബന്ധമായി ഇതിൽ നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. ടെൻസിൻ്റെ കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് വീഡിയോസ് നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. I will be sleeping tomorrow. നാളെ ഞാൻ ഉറങ്ങുകയായിരിക്കും. He will be playing the day after tomorrow. Day after tomorrow എന്ന് പറയുമ്പോൾ മറ്റന്നാൾ അവൻ കളിക്കുകയായിരിക്കും. They will be watching a movie later. പിന്നീട് അവർ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അതുപോലെ ഇനി മറ്റുദാഹരണങ്ങൾ നോക്കാം. She'll be doing a job next week. അടുത്ത ആഴ്ച അവളൊരു ജോലി ചെയ്യുകയായിരിക്കും. കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. She will be doing a job next week. അടുത്തയാഴ്ച അവളൊരു ജോലി ചെയ്യുകയായിരിക്കും. At this time tomorrow I will be sleeping. നാളെ ഈ സമയം ഞാൻ ഉറങ്ങുകയായിരിക്കും. They will be playing cricket tomorrow evening. നാളെ വൈകുന്നേരം അവർ ക്രിക്കറ്റ് കളിക്കുകയായിരിക്കും. I am sure, എനിക്കുറപ്പുണ്ട്. രാഹുൽ will be doing his work when you arrive there. നീ അവിടെ എത്തിച്ചേരുമ്പോൾ രാഹുൽ അവൻ്റെ ജോലി ചെയ്യുകയായിരിക്കും. After 5 years, 5 വർഷത്തിന് ശേഷം I will be teaching in a college in Dubai. ദുബായിലെ ഒരു കോളേജിൽ ഞാൻ പഠിപ്പിക്കുകയായിരിക്കും.